എൻ ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എൻ ശ്രീകുമാർ, തൃപ്പൂണിത്തുറയിൽ രമേശ് പിഷാരടിയുടെ പേര് പരിഗണിക്കുന്നുണ്ട് കോൺഗ്രസ്. കെ ബാബു എന്തായാലും മത്സര രംഗത്തേക്ക് എത്തുവാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹം മാറി നിൽക്കുവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അവിടെ രമേശ് പിഷാരടിയെ കൊണ്ടുവരുന്നത് എത്രമാത്രം ഗുണകരമാകും? അത് ശരിയായ ഒരു തീരുമാനമായി വരുമോ? നോക്കൂ മഞ്ജുഷേ, ഇപ്പോഴത്തെ അവിടുത്തെ MLA കെ ബാബു ആണ്. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് ഇതുവരെ പറയാത്തിടത്തോളം കാലം അദ്ദേഹത്തെ പകരം രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കും എന്ന് പറയാൻ കോൺഗ്രസുമായി ബന്ധമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറ്റില്ല. പക്ഷേ ബാബുവേട്ടന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ചുകൊണ്ട് നിങ്ങളുടെ നിഗമനത്തിൽ എത്തിയതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രമേശ് പിഷാരടി അവിടെ വരുമോ എന്നുള്ളതൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാല് കോൺഗ്രസിന്റെ ഒരു തീരുമാനമുള്ളത് അതാത് മണ്ഡലങ്ങളിലുള്ള, കൂടുതലും ഒരു തീരുമാനം അങ്ങനെയാണ്, അതാത് മണ്ഡലങ്ങളിലുള്ളവരെ പരിഗണിക്കുക. അതാത് മണ്ഡലങ്ങളിലുള്ള ബ്ലോക്കുകളുടെ, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ, ആ ബ്ലോക്ക് കമ്മിറ്റിയുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അപ്പൊ രമേശ് പിഷാരടി തൃപ്പൂണിത്തുറക്കാരനാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെയും അതിൽ പരിഗണിക്കാൻ സാധിക്കും. ഇപ്പോൾ താമസിക്കുന്ന സ്ഥിരതാമസം ഇപ്പോൾ തൃപ്പൂണിത്തുറയിലാണ്. അദ്ദേഹം അവിടെ ജനിച്ചു വളർന്നത് അവിടെയല്ല, പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിരതാമസം തൃപ്പൂണിത്തുറയാണ്. അതെ അതെ. അപ്പൊ നിങ്ങൾ പറയുന്നതിൽ നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ രമേശ് പിഷാരടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സഹയാത്രികനായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരാളാണ്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ഒരാളാണ്. പരിപൂർണ കോൺഗ്രസുകാരനാണ്. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹത്തെ പരിഗണിക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ കെ ബാബുവിന്റെ നിലപാട്, കെ ബാബുവിന്റെ അഭിപ്രായം ഇതും കൂടെ അവിടെ പരിഗണിക്കപ്പെടും. കെ ബാബു അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടോ എന്നുള്ളതും പ്രസക്തമാണ്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ അവിടെ തീരുമാനം എടുക്കുകയുള്ളൂ. രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാവാൻ യോഗ്യനാണ് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കേണ്ടതുമാണ്. കോൺഗ്രസിലെ കലാകാരന്മാർ മറ്റേ കുറവാണ് എന്നുള്ളൊരു ആക്ഷേപമൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. അതൊക്കെ മാറി മാറി വരുന്നൊരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നതിൽ പാർട്ടി എന്തെങ്കിലും തീരുമാനമെടുക്കുമോ എന്നുള്ളതൊക്കെ ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഈ കാര്യം വളരെ പ്രസക്തമാണ്. ബ്ലോക്ക് കമ്മിറ്റികളുടെ നിലപാടും അതുപോലെ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നിലപാടും അതുപോലെ തന്നെ KPCCയുടെ തെരഞ്ഞെടുപ്പ് സമിതിയിലത്തെ പരിഗണനകളും ഒക്കെ അവിടെ കണക്കാക്കേണ്ടി വരും. ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചില കടന്നു വരും ചില ഘട്ടങ്ങളിൽ. അതുകൊണ്ടാണ് ഇതൊന്നും മുൻകൂട്ടി പറയാൻ കഴിയാതിരിക്കുന്നത്. അത് മുൻകാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിക്കും ആ ആളാണ് നല്ല സ്ഥാനാർത്ഥി എന്ന് തോന്നും, പക്ഷെ അപ്രതീക്ഷിതമായി മാറും. ഉദാഹരണം ഞാൻ പറയാം. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പില് അന്ന് എല്ലാവരും കരുതിയത് ജി കാർത്തികേയന്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ കോളേജ് അധ്യാപികയായിരുന്നു സുലേഖ ടീച്ചർ വരുമെന്നായിരുന്നു. സുലേഖ ടീച്ചർ ആണ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എല്ലാവരും കരുതി. പക്ഷെ അപ്രതീക്ഷിതമായ ഒരു തീരുമാനം DM സുധീരൻ പ്രസിഡന്റായിട്ടുള്ള KPCC എടുത്തു. അത് അദ്ദേഹത്തിന്റെ മകൻ KS ശബരിനാഥനായിരുന്നു. ഒരു രാഷ്ട്രീയമായ ഒരു മറ്റേ പരിപാടികളിലും പങ്കെടുക്കായിരുന്ന ഒരു കമ്പനി ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയാക്കി അവിടെ വിജയം കൊയ്തു. ശബരിനാഥൻ മിടുക്കനായ ഒരു നേതാവാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ കാണുന്ന സ്ഥാനാർത്ഥി അവസാന നിമിഷത്തിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞ് മോഹപൊതിക്കുക എന്ന് ഞാൻ പറയില്ല. പക്ഷെ അതൊരു ചർച്ചയാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നല്ല സ്ഥാനാർത്ഥികൾ വരണമെങ്കിൽ നിങ്ങളെ ശരിയാണ്, താങ്കൾ പറഞ്ഞ പോലെ യോഗ്യനാണ് രമേശ് പിഷാരടി. പക്ഷെ അദ്ദേഹത്തിന് അത് ഈ എല്ലാവർക്കും സ്ഥാനാർത്ഥിയാകാൻ മോഹമുണ്ട്. പക്ഷെ രമേശ് പിഷാരടിക്ക് അത് പൂർണ്ണമായിട്ടും അത് വേണോ എന്ന കാര്യത്തിൽ അദ്ദേഹം രണ്ടുവട്ടം ചിന്തിക്കുവാനാണ് സാധ്യത കിരൺ. കാരണം അദ്ദേഹം സജീവമാണ് കലാരംഗത്ത്, അദ്ദേഹത്തിന് ഒരുപാട് സ്റ്റേജ് ഷോകളുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് അദ്ദേഹം പൂർണ്ണമായും സന്നദ്ധനാകുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കിരൺ, മറ്റൊരു കാര്യം ശ്രീകുമാർ പറഞ്ഞത് ഈ സാംസ്കാരിക രംഗത്തു നിന്നുള്ളവർ അത് കോൺഗ്രസ് പക്ഷത്ത് കുറവാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ അത് മറികടക്കുവാനുള്ള ചില നീക്കങ്ങൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാം. അതുകൂടി തൃപ്പൂണിത്തുറയുടെ കാര്യം വരുമ്പോൾ സാധ്യത കാണുന്നുണ്ടല്ലോ, രമേശ് പിഷാരടിയുടെ പേര് ഇങ്ങനെ ഉയർന്നു വരുന്നത്. മഞ്ജുഷ, അത്തരം ഒരു സാധ്യത വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എല്ലാ ഘട്ടത്തിലും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ പൊതുവെ കലാകാരന്മാർ ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് വലതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നത്. വലതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ പരസ്യമായ ഒരു നിലപാട് വലതുപക്ഷ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് എടുക്കുന്ന കലാകാരന്മാരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. പക്ഷേ അങ്ങനെയല്ല, മറിച്ച് ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോൾ പല സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് വേണ്ടി സിനിമാ താരങ്ങളും നാടക കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ നിരവധി പേരാണ് അണിനിരക്കുന്നത്. ആ തരത്തിലേക്ക് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ
ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവരുമായിട്ട് അടുപ്പമുള്ള ആളുകൾ പോലും അങ്ങനെ ഒരു അണിനിരക്കുകയോ അല്ലെങ്കിൽ അത്തരം ഒരു പ്രചരണം നടത്തുകയോ ഒന്നും ചെയ്യുന്ന ഒരു പതിവില്ല. സ്വാഭാവികമായ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ കൂടുതൽ കലാകാരന്മാരും അല്ലെങ്കിൽ എഴുത്തുകാരും ഒക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും, ഇടതുപക്ഷക്കാരാവുകയും ഒക്കെ ചെയ്തുകൊണ്ടാവും. പക്ഷേ കോൺഗ്രസ് കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ഇത് ബോധപൂർവമായി കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. കോൺഗ്രസിന് ഇടതു ഭരണത്തിലിരിക്കുന്ന സമയത്ത് കോൺഗ്രസിനെതിരെ നിലപാട് സ്വീകരിക്കുകയും പിന്നീട് കോൺഗ്രസ് ഭരണം വരുമ്പോഴൊക്കെ ഈ കലാകാരന്മാർ പലരും അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെതിരായിട്ടൊരു വലിയ മൂവ്മെൻറ്റ് കോൺഗ്രസിന് ഉള്ളിൽ തന്നെയുണ്ട്. കോൺഗ്രസിന് വേണ്ടി പറയുന്ന ആളുകൾക്ക് പ്രാധാന്യം നൽകുന്നതിനപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നു കോൺഗ്രസ് ഭരണത്തിന് കാലത്തെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ് ആ കലാകാരന്മാരുടെ മേഖലയിലേക്ക് ശക്തമായി തന്നെ ആളുകളെ കൂടെ നിർത്താനും അവരെ ശക്തമായി കോൺഗ്രസ്സുകാരായി നിർത്താനും ഒക്കെ ശ്രമിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് രമേശ് പിഷാരടി. പരസ്യമായി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് അനുഭാവമുള്ള പല സിനിമാ താരങ്ങളും മറ്റ് എഴുത്തുകാരും ഒക്കെ ഉണ്ട്. പക്ഷേ അവരിൽ പലരും പരസ്യമായി അത് പ്രകടിപ്പിക്കാൻ തയ്യാറാവാറില്ല. പക്ഷേ രമേശ് പിഷാരടി അങ്ങനെയല്ല, പരസ്യമായി തന്നെ അത് പ്രകടിപ്പിക്കുകയും പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ അതിനിശ്ചിതമായ ട്രോളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമാക്കുകയും രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ ശക്തമായി തന്നെ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് രമേശ് പിഷാരടി. രമേശ് പിഷാരടിക്കും അങ്ങനെ രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്. അദ്ദേഹത്തിന് സ്റ്റേജ് ഷോ ഉണ്ട്, മറ്റ് കലാപരിപാടികളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതിനേക്കാളും കൂടുതൽ സ്റ്റേജ് ഷോയും കലാപരിപാടികളും സിനിമയിലും ഒക്കെ നിറഞ്ഞു നിന്ന എത്രയോ പേർ കേരളത്തിൽ MP സ്ഥാനത്തേക്കും MLA സ്ഥാനത്തേക്കും ഒക്കെ മത്സരിക്കുകയും ജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും രമേശ് പിഷാരടിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന് അത്തരത്തിലേക്ക് കോൺഗ്രസിന് അന്യനായ ഒരു നേതാവല്ല. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് രമേശ് പിഷാരടിക്ക് വേണ്ടി അണിനിരക്കുന്ന മറ്റ് കലാകാരന്മാർ, അത് കേരളത്തിലാകെ ഉണ്ടാകുന്ന ഒരു കോൺഗ്രസ് അനുകൂല കലാകാരന്മാർക്ക് ഉണ്ടാക്കുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഒരു പ്രചോദനം, അങ്ങനെ പല ഘടകങ്ങൾ തൃപ്പൂണിത്തുറയുടെ ജയത്തിനൊപ്പം തന്നെ കോൺഗ്രസ് കാണുന്നുണ്ടാവും. ഈ ഘടകങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് രമേശ് പിഷാരടിയെ പോലെ ഒരാളെ അവിടെ മത്സരിപ്പിക്കാം എന്നത് പ്രധാനമായും ആലോചിക്കുന്നത്. ശരി കിരൺ, എന്തായാലും തൃപ്പൂണിത്തുറയിൽ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ രമേശ് പിഷാരടിയുമായി ആശയവിനിമയവും നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.